നമസ്കാരം, ഞാൻ ഷംസുദ്ദീൻ കുന്നത്ത്. ജീവിത വിജയത്തിന് സഹായിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് നാം ഈ വീഡിയോകളിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മുടെ ജീവിതത്തിൽ രണ്ടു തരത്തിലുള്ള സ്പേസുകളാണുള്ളത്. ഒന്ന് നമ്മുടെ പേഴ്സണൽ സ്പേസ്, പേഴ്സണൽ ലൈഫും മറ്റൊന്ന് നമ്മുടെ സോഷ്യൽ ലൈഫും. സോഷ്യൽ ലൈഫിൽ നമുക്ക് വിജയിക്കാൻ കഴിയുക എന്നത് നമ്മുടെ പേഴ്സണൽ ലൈഫിനെ സപ്പോർട്ട് ചെയ്യാൻ വളരെ ഉപകാരപ്പെടും. നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലേ, ചില ആളുകൾ ഒരു റൂമിലേക്ക് കടന്നു വരികയോ അല്ലെങ്കിൽ ഒരു സദസ്സിലേക്ക് കടന്നു വരികയോ ചെയ്യുമ്പോൾ ആ റൂമിലുള്ള അല്ലെങ്കിൽ ആ സദസ്സിലുള്ള മുഴുവൻ ആളുകളുടെ ശ്രദ്ധയും അദ്ദേഹത്തിലേക്ക് വരികയും ഒരു കരിഷ്മാറ്റിക് ആയിട്ടുള്ള ചില പേഴ്സണാലിറ്റികൾ, പലപ്പോഴും നമ്മൾ അത്തരം ആളുകളെ ഒരു അസൂയയോട് കൂടി നോക്കിക്കാണാറുണ്ട്. പക്ഷേ നാം അറിയേണ്ട ഒരു സത്യം, നമ്മുടെ ജീവിതത്തിന്റെ ചില മേഖലകളിൽ ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്താൽ അങ്ങനെ ആളുകളെ ആകർഷിക്കാനും ആകർഷണീയമായിട്ടുള്ള ഒരു വ്യക്തിത്വം നമുക്ക് ബിൽഡ് ചെയ്തെടുക്കാനും കഴിയും. അതിന് നാം മാറ്റേണ്ടത് നമ്മുടെ മൈൻഡ് സെറ്റിനെയാണ്. ആ മൈൻഡ് സെറ്റിനെ മാറ്റിക്കൊണ്ട് നമ്മുടെ പേഴ്സണൽ ക്വാളിറ്റിയിലും സോഷ്യൽ സ്കില്ലിലും ഇമോഷണൽ ഇന്റലിജൻസിലും ഫിസിക്കൽ പ്രസൻസിലും നമ്മുടെ ഹോബീസ്, നമ്മുടെ ഇൻട്രസ്റ്റ്, ഈ തുടങ്ങിയ 4-5 മേഖലകളിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തിയാൽ തന്നെ നാം ഒരു സ്ഥലത്തേക്ക് ചെല്ലുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ നിന്ന് ഒരു ആദരവ് ലഭിക്കുകയും ആളുകൾ നമ്മളിലേക്ക് ആകർഷിക്കുന്ന ഒരു വ്യക്തിത്വം വീണ്ടെടുക്കാനും നമുക്ക് കഴിയും. അതുകൊണ്ട് അത്തരം ചില കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത്. വളരെ ചെറിയ പോയിന്റുകൾ മാത്രമാണ് പറയുന്നത്. അതിനെ നിങ്ങൾ വിശദീകരിച്ച് മനസ്സിലാക്കി കൂടുതൽ പഠനങ്ങൾ നടത്തി നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കി നമ്മുടെ സോഷ്യൽ ലൈഫിനെ ബെറ്റർ ആക്കാൻ ശ്രമിക്കുക. പേഴ്സണൽ ക്വാളിറ്റിയിൽ നാം എപ്പോഴും കാത്തു സൂക്ഷിക്കേണ്ട ഒന്ന് ആത്മവിശ്വാസം തന്നെയാണ്. നല്ല കോൺഫിഡൻസ് ഉള്ള ആളായിട്ടായിരിക്കണം നാം ഒരു സദസ്സിലേക്ക് കയറി ചെല്ലുന്നത്. അതുപോലെ പോസിറ്റീവായി എനർജറ്റിക് ആയിക്കൊണ്ടായിരിക്കണം നാം പ്രസന്ന ഭാവത്തോടു കൂടിയായിരിക്കണം നാം ഒരു സദസ്സിലേക്ക് കയറി ചെല്ലേണ്ടത്. അതുപോലെ നമ്മുടെ ഇടപെടൽ ഓതന്റിക് ആയിരിക്കണം. നമ്മുടെ യഥാർത്ഥ എന്താണോ നമ്മൾ ആ രീതിയിലായിരിക്കണം. പലപ്പോഴും നമ്മൾ നമ്മുടെ കുറവുകളിൽ നമ്മുടെ കോൺഫിഡൻസ് കുറയാറുണ്ട്. നമ്മുടെ കുറവുകളെ അക്സെപ്റ്റ് ചെയ്ത അതേ രീതിയിൽ തന്നെയായിരിക്കണം നാം ആളുകളെ പ്രസന്റ് ചെയ്യേണ്ടതും. ആളുകൾ നമ്മുടെ കുറവുകളെ നോക്കാനൊന്നും നിൽക്കുകയില്ല. നമ്മൾ എങ്ങനെയാണ് എന്നതിനപ്പുറത്ത് നമ്മൾ എങ്ങനെ ചിന്തിക്കുന്നു, എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതൊക്കെയാണ് ആളുകൾ നോക്കുന്നത്. നമുക്കൊരുപാട് കുറവുകൾ ഉണ്ടാകാം. അതിനെ മറച്ചു പിടിച്ചുകൊണ്ട് നമ്മുടെ കോൺഫിഡൻസിനെ ഇല്ലായ്മ ചെയ്യാൻ നാം ശ്രമിക്കരുത്. അതിനെ അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് നാം സ്വയം നമ്മുടെ കുറവുകൾ അക്സെപ്റ്റ് ചെയ്താൽ മാത്രമേ മറ്റുള്ളവർ അതേ രീതിയിൽ നമ്മളെ സ്വീകരിക്കാൻ മനസ്സ് കാണിക്കുകയുള്ളൂ. അതുപോലെ നമ്മുടെ സംസാരത്തിലും നമ്മുടെ നോട്ടത്തിലും ഒക്കെ എമ്പതി ഉണ്ടായിരിക്കണം. ഒരു സഹാനുഭൂതിയോടുകൂടി മറ്റുള്ളവരോട് ഒരു സഹാനുഭൂതിയുള്ള രീതിയിലായിരിക്കണം നമ്മുടെ പെരുമാറ്റവും. നമ്മുടെ നടത്തത്തിൽ പോലും അതുണ്ടാകണം, നമ്മുടെ നോട്ടത്തിലും എല്ലാം അതുണ്ടാകണം. പേഴ്സണൽ ക്വാളിറ്റിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ശ്രദ്ധിക്കേണ്ടത് നല്ല ഒരു ലിസണർ ആയിരിക്കണം. ആക്റ്റീവ് ലിസണർ ആയിരിക്കണം. ആളുകളെ നല്ല രീതിയിൽ കാണുന്ന ഒരു ഗുഡ് ലിസണർ ആയിരിക്കണം. നമ്മുടെ സോഷ്യൽ സ്കില്ലിന്റെ ഭാഗത്ത് നാം ചില മാറ്റങ്ങൾ വരുത്തണം. നല്ല രീതിയിൽ ആളുകളോട് ഇടപഴകാനും ആ ഇടപഴകുന്നതിലൂടെ നമുക്ക് ആളുകളിൽ സ്വാധീനം ചെലുത്താനും അവർ നമ്മളിൽ ആകൃഷ്ടരാകാനും നമ്മളിലേക്ക് അവരെ അട്രാക്ട് ചെയ്യാനും ഒക്കെ ചില കാര്യങ്ങൾ നാം മാറ്റം വരുത്തിയാൽ നമുക്ക് കഴിയും. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ. എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷനെ കുറിച്ച് ധാരാളം വീഡിയോസ് നാം ആധികാരികമായി ശാസ്ത്രീയമായ കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് നാം ചെയ്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് അതൊക്കെ കാണാം. അപ്പോൾ എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ എന്നത് നമ്മുടെ സോഷ്യൽ സ്കില്ല് വർദ്ധിപ്പിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. ആക്റ്റീവ് ലിസണിങ്, നേരത്തെ പറഞ്ഞതുപോലെ സോഷ്യൽ സ്കില്ലിൽ നാം വർദ്ധിപ്പിച്ചെടുക്കേണ്ട ഒരു സ്കിൽ എന്ന് പറയുന്നത് ആക്റ്റീവ് ലിസണിങ്. നമ്മൾ ഒരാളോടുമായി സംസാരിക്കുമ്പോൾ ഓപ്പൺ എൻഡഡ് ആയിട്ടുള്ള, അവരെ കൂടുതൽ പ്രചോദിപ്പിക്കുന്ന, സംസാരിക്കാൻ കൂടുതൽ അവസരം നൽകുന്ന രീതിയിലുള്ള ചോദ്യങ്ങൾ ഇടയ്ക്ക് ചോദിക്കുക. നമ്മൾ അവരിൽ നല്ല ഇൻട്രസ്റ്റ് കാണിക്കുന്നു എന്നവരെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി ജനുവനായിട്ട് നല്ല ഇൻട്രസ്റ്റ് ആണ്, നമ്മൾ അവരിൽ താല്പര്യമുള്ള ആളാണ് എന്ന് ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുക. അതോടൊപ്പം നമ്മുടെ ഓപ്പൺ ആയിട്ടുള്ള നല്ല രീതിയിലുള്ള ഒരു ബോഡി ലാംഗ്വേജ്, ആളുകൾക്ക് നമ്മളെ അപ്രോച്ച് ചെയ്യാൻ കഴിയുന്ന രീതിയിൽ അത്തരത്തിലുള്ള ഒരു ബോഡി ലാംഗ്വേജ് നമുക്കുണ്ടായിരിക്കുക. നമ്മൾ അപ്രോച്ച് ചെയ്യാൻ പറ്റിയ ഒരു വ്യക്തിയാണ് എന്ന് മറ്റുള്ളവർക്ക് തോന്നുന്ന രീതിയിലുള്ള കാര്യങ്ങൾ നാം ചെയ്യുക. അതുപോലെ നമ്മുടെ ഇമോഷണൽ ഇന്റലിജൻസിന്റെ ഭാഗത്തും ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് നമ്മുടെ സോഷ്യൽ ലൈഫ് ബെറ്റർ ആക്കാൻ സാധിക്കും.
അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് സെൽഫ് അവയർനെസ്. നമ്മളെക്കുറിച്ച് നാം എങ്ങനെയാണ്, നമ്മളെക്കുറിച്ച് നല്ല ധാരണയുണ്ടാകണം. നമ്മൾ ആളുകളോട് സംസാരിക്കുമ്പോൾ ഏതൊക്കെ രീതിയിലാണ് സംസാരിക്കുന്നത്, നമ്മുടെ ഏതെല്ലാം വാക്കുകൾ ആളുകളെ മുറിവേൽപ്പിക്കുന്നുണ്ട്, ഏതെല്ലാം രീതിയിലുള്ള കാര്യങ്ങളാണ് നാം സാധാരണഗതിയിൽ ആളുകൾ നമ്മളെ അപ്രോച്ച് ചെയ്യുമ്പോൾ, ആളുകൾ നമ്മളോട് സംസാരിക്കുമ്പോൾ നമ്മൾ എത്രമാത്രമാണ് ഇമോഷനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയുന്നത്. പെട്ടെന്ന് ദേഷ്യം പിടിക്കുന്ന ആളാണോ, അതുപോലെ തന്നെ അവർ പറയുന്ന തമാശകളെ ആസ്വദിക്കാൻ കഴിയുന്ന ആളാണോ എന്ന രീതിയിലൊക്കെയുള്ള ഒരു സെൽഫ് അവയർനെസ് നമുക്ക് ആവശ്യമാണ്. അതോടൊപ്പം ആളുകൾ നമ്മളുമായി ഇടപഴകുമ്പോൾ നമ്മുടെ ഇമോഷനെ എത്രമാത്രം നമുക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയുന്നുണ്ട് എന്നതും നാം പരിശോധിക്കണം. നാം ചെയ്യുന്ന ഓരോ കാര്യത്തിലും നമ്മൾ മോട്ടിവേറ്റഡ് ആയിരിക്കണം. ആ ഒരു പോസിറ്റീവായിട്ടുള്ള മെന്റാലിറ്റി നമുക്കുണ്ടായിരിക്കണം. നമ്മൾ ഏത് മേഖലയിൽ പ്രവർത്തിക്കുന്നു ആ മേഖലയിൽ നാം മോട്ടിവേറ്റഡ് ആണ് എന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തണം. ആളുകൾ കാണുമ്പോൾ നമ്മൾ നല്ല ഉന്മേഷത്തോടു കൂടിയായിരിക്കണം ആ വർക്ക് ചെയ്യുന്നതും ആ കാര്യങ്ങൾ ചെയ്യുന്നതും അവരുമായി ഇടപെടുന്നതുമെല്ലാം. അതുപോലെ തന്നെയാണ് ആളുകളുമായി സംവദിക്കുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു സഹാനുഭൂതിയോടുകൂടി നാം പെരുമാറുമ്പോൾ നമ്മുടെ മെന്റാലിറ്റിയെ കുറിച്ച് എത്തരത്തിലുള്ള ആളാണ് എന്നതിനെ കുറിച്ച് ആളുകളിൽ ഒരു ധാരണ വരും. അതുകൊണ്ട് നാം എല്ലായ്പ്പോഴും സംസാരിക്കുന്നതും പെരുമാറുന്നതുമൊക്കെ വളരെയധികം സഹാനുഭൂതിയോടുകൂടിയായിരിക്കണം. ആളുകളെ സഹായിക്കാൻ തയ്യാറുള്ള ഒരാളാണ്, ആളുകളുമായി നല്ല ബന്ധം കീപ്പ് ചെയ്യാൻ കഴിയുന്ന ഒരാളാണ് എന്ന് ആളുകളെ ബോധ്യപ്പെടുത്താൻ നമുക്ക് കഴിയണം. പിന്നീട് നാം നമ്മുടെ ഫിസിക്കൽ പ്രസൻസിലും കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നല്ല ഹൈജീനിക് ആയിട്ടുള്ള വൃത്തിയോടുകൂടി ആളുകൾ ഇഷ്ടപ്പെടുന്ന രീതിയിൽ വസ്ത്രങ്ങളും മറ്റുമൊക്കെ നല്ല വൃത്തി നാം കാത്തു സൂക്ഷിക്കണം. ഒരു അപ്രോപ്രിയേറ്റീവ് ആയിട്ടുള്ള ഡ്രസ്സിങ് ആയിരിക്കണം. നാം ഒരു കല്യാണത്തിന് പോകുമ്പോൾ, ഒരു ഫംഗ്ഷന് പോകുമ്പോൾ ഒക്കെ അവിടെ നമ്മളെ കണ്ടാൽ കുഴപ്പമില്ല, ഇവനൊരു ഡീസൻ്റ് ആണ് ആള് എന്ന രീതിയിൽ, എന്ന് തോന്നുന്ന രീതിയിലുള്ള വസ്ത്രങ്ങളായിരിക്കണം നാം ധരിക്കേണ്ടത്. ഹൈജീനിക്ക് കാത്തു സൂക്ഷിക്കുക, വസ്ത്രങ്ങൾ നല്ല രീതിയിൽ മാന്യമായ രീതിയിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുക. മാന്യമായ രീതിയിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുക എന്നത് വലിയ പണം ചിലവഴിച്ചുകൊണ്ട് വലിയ ബ്രാൻഡുകൾ ധരിക്കണമെന്നല്ല. നാം ധരിക്കുന്ന വസ്ത്രം മാന്യമായിട്ട് ധരിക്കുക. അതുപോലെ നാം സംസാരിക്കുമ്പോൾ, നാം ഒരാൾ അപ്രോച്ച് ചെയ്യുമ്പോൾ ഐ കോണ്ടാക്ട് നാം കീപ്പ് ചെയ്യുക. ഒരു ഐ കോണ്ടാക്ട് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടായിരിക്കണം ആളുകളോട് സംസാരിക്കുന്നതും ആളുകളെ വിഷ് ചെയ്യുന്നതും ആളുകളുമായി ഇടപഴകുന്നതും. ആളുകളെ ആ ഫസ്റ്റ് സൈറ്റിൽ തന്നെ ആ ഐ കോണ്ടാക്ട് കീപ്പ് ചെയ്തുകൊണ്ട് നാം സംസാരിക്കുകയാണെങ്കിൽ ആദ്യത്തെ 7 സെക്കൻഡിൽ ആളുകൾ നമ്മെ വിലയിരുത്തും. ഇദ്ദേഹം എനിക്ക് പറ്റിയ ഒരാളാണ്, എനിക്ക് കൂട്ടുകൂടാൻ പറ്റിയ ഒരാളാണ് എന്ന രീതിയിൽ വിലയിരുത്തുന്നതിന് വേണ്ടി ആ ഒരു ഐ കോണ്ടാക്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ നാം ശ്രമിക്കുക. അതോടൊപ്പം ഒരു പോസിറ്റീവായിട്ടുള്ള ബോഡി ലാംഗ്വേജ്, ഓപ്പൺ ആയിട്ടുള്ള ഒരു ബോഡി ലാംഗ്വേജ് നമ്മൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കുക. പിന്നെ ഏറ്റവും പ്രധാനം സോഷ്യൽ ലൈഫിനെ ബെറ്ററാക്കാൻ, ആളുകളെ അട്രാക്റ്റ് ചെയ്യാനുള്ള ഒരു ടോക്കൺ എന്ന് പറയുന്നത്, ഒരു ഓപ്പണിംഗ് എന്ന് പറയുന്നത് നമ്മുടെ മുഖത്ത് ഒരു പുഞ്ചിരി ഉണ്ടായിരിക്കുക എന്നതാണ്. എത്രമേൽ മനോഹരമായി നമുക്ക് പുഞ്ചിരിക്കാൻ കഴിയുമോ അത്രമേൽ ആളുകൾ നമ്മുടെ കൂടെ ഉണ്ടാകും. അതുകൊണ്ട് പോസിറ്റീവായിട്ടുള്ള ബോഡി ലാംഗ്വേജ് ഉണ്ടാക്കുക, ഐ കോണ്ടാക്ട് നാം മെയിൻറ്റെയിൻ ചെയ്യുക. അതോടൊപ്പം നമ്മുടെ മുഖത്ത് നല്ല ഒരു പുഞ്ചിരിയോടുകൂടി ആളുകളെ നാം കാണാൻ ശ്രമിക്കുക. പിന്നീട് നാം നമ്മുടെ ഹോബീസിലും ഇൻട്രസ്റ്റിലും ഒക്കെ ശ്രദ്ധിക്കുക. അതിൽ നാം ശ്രദ്ധിക്കേണ്ടത് എവിടെയാണേലും നമുക്ക് സന്തോഷം നൽകുന്ന കാര്യങ്ങൾ നാം ചെയ്യാൻ ശ്രമിക്കുകയും ആ സന്തോഷം നാം സന്തോഷിക്കുന്നത് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തുകയും വേണം. നാം പലപ്പോഴും പറയാറുണ്ട്, ദുഃഖിക്കുന്നവന്റെ കൂടെ അല്ല എങ്കിൽ എല്ലായ്പ്പോഴും കംപ്ലൈന്റ് നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകളോട്, ദാരിദ്ര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകളുടെ കൂടെ കൂട്ടുകൂടാൻ ആർക്കും താല്പര്യമുണ്ടാകുകയില്ല. മറിച്ച് സന്തോഷത്തോടെ പോസിറ്റീവായി ജീവിക്കുന്ന ആളുകളോട് എല്ലായ്പ്പോഴും അടുപ്പം സൂക്ഷിക്കാൻ മറ്റുള്ളവർക്കൊരു ത്വരയുണ്ടാകും. അതുപോലെ പുതിയ പുതിയ കാര്യങ്ങൾ നാം പരീക്ഷിക്കുക, പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യാൻ നാം ശ്രമിക്കുക. പിന്നീട് നമ്മുടെ നാട്ടിൻ പ്രദേശത്തൊക്കെയുള്ള ക്ലബ്ബുകളെ പോലെയുള്ള ആക്ടിവിറ്റികൾ നടക്കുന്ന സ്ഥലങ്ങളിലൊക്കെ നാം അത്തരം കമ്മ്യൂണിറ്റികളിലൊക്കെ നാം അംഗമായി മാറുക. നമ്മുടെ സൊസൈറ്റിക്ക് നമ്മൾ എന്തെങ്കിലും സംഭാവനകൾ നൽകുക, നമുക്ക് കഴിയുന്ന രീതിയിൽ എന്തെങ്കിലും നമ്മുടേതായ ഒരു പങ്കാളിത്തം ഈ സമൂഹത്തിന്, നാം ജീവിക്കുന്ന സമൂഹത്തിന്
നമ്മൾ എന്തെങ്കിലും തിരിച്ചു നൽകുക. സമൂഹത്തിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ നാം സ്വീകരിക്കുന്നുണ്ട്. സമൂഹത്തിനായി ബാക്ക് ടു സൊസൈറ്റി എന്ന രീതിയിൽ നമ്മുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഇനീഷ്യേറ്റീവ് എടുത്തുകൊണ്ട് ഏതെങ്കിലും ചില കാര്യങ്ങൾ, സമൂഹത്തിന് നന്മ നൽകുന്ന കാര്യങ്ങൾ ചെയ്യുക. അതോടൊപ്പം നാട്ടിൽ ആളുകൾ കേദർ ചെയ്യുന്ന അത്തരം ഇവന്റുകളിൽ നാം പങ്കെടുക്കുക. അങ്ങനെ നമ്മുടെ സോഷ്യൽ ലൈഫിന്റെ ഈ 5 മേഖലകളിൽ നാം വ്യത്യസ്തമായിട്ടുള്ള ഈ ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്താൽ തന്നെ നാം നേരത്തെ മറ്റുള്ളവരെ അസൂയയോട് നോക്കിക്കണ്ട ആ കരിഷ്മാറ്റിക്, ആ ആകർഷണീയത, ആ ആളുകളുടെ അംഗീകാരം, ആ സ്റ്റേജിലേക്ക് എത്രയും പെട്ടെന്ന് നമുക്കും കടന്നു ചെല്ലാനും കഴിയും. അങ്ങനെ സോഷ്യൽ ലൈഫിൽ വിജയിക്കുന്നതോടെ നമ്മുടെ പേഴ്സണൽ ലൈഫിലും വിജയിക്കാൻ നമുക്ക് കഴിയും. ഇത്തരത്തിലുള്ള മറ്റു വിഷയങ്ങളുമായി വീണ്ടും നമുക്ക് കാണാം. നന്ദി, നമസ്കാരം.